പഞ്ചായത്തിലെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട PP വിജയൻ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഭരണസമിതി ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഊന്നൽ നൽകുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, വല്ലപ്പുഴ പഞ്ചായത്തിലും ഓങ്ങല്ലൂർ ആ പഞ്ചായത്തിലെയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ജലജീവൻ മിഷന്റെ എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി അടിയന്തരമായി പൂർത്തീകരിക്കുക എന്നാണ് ആദ്യത്തെ നടപടി. അതിനോടൊപ്പം തന്നെ ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ തന്നെ ജലജീവൻ മിഷന്റെ പൈപ്പിടലിന് വേണ്ടി പൊളിച്ചിട്ട ഒരുപാട് റോഡുകളുണ്ട്, ഗ്രാമീണ റോഡുകൾ. ആ ഗ്രാമീണ റോഡുകൾ അടിയന്തരമായി പണി പൂർത്തീകരിക്കുക എന്ന 2 കാര്യങ്ങളാണ് അടിയന്തരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ 569 ആള് ലൈഫിൽ ഇവിടെ എഗ്രിമെന്റ് വെച്ച ആളുകളുണ്ട്. അതിൽ പണി തുടങ്ങിയവരുണ്ട്, തുടങ്ങാൻ പകുതിയായവരും മുഴുമിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. അതും ലൈഫ് ഭവന പദ്ധതി അടിയന്തരമായി പൂർത്തീകരിക്കും. അതിനോടൊപ്പം തന്നെ മനസ്സോടിത്തിരി മണ്ണ് എന്ന ഒരു സംവിധാനത്തിന്റെ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി ഭൂരഹിതരായ ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി ഓങ്ങല്ലൂരത്തെ ഒരു അംസ എന്ന് പറയുന്ന ഒരു സ്ഥലം നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ ഭൂമിയും വീടുമില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കും. അതേപോലെ തന്നെ ഈ പഞ്ചായത്തിനെ ജനകീയ പഞ്ചായത്താക്കി മാറ്റുക എന്നാണ്. ഇപ്പോഴും ജനകീയമാണ്, പക്ഷെ ഒന്നും കൂടി ജനകീയ പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടി ബഡ്സ് സ്കൂളിലെ ഭിന്നശേഷിക്കാരായ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബഡ്സ് സ്കൂളിനെ കൂടുതൽ സൗകര്യപ്രദമാക്കും. അതുപോലെ തന്നെ വയോജനങ്ങളെ വാർഡുകളിൽ ക്ലബ്ബുകൾ രൂപീകരിച്ച് വയോജന സംരക്ഷണം, യുവജന രംഗത്ത് പഞ്ചായത്തിനെ മാതൃകാപരമായ ഒരു പഞ്ചായത്താക്കി യുവജനങ്ങളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളും കൂടി സഹകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടപ്പിലാക്കണം എന്നാണ് ആലോചിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതി തുടങ്ങിവെച്ച എല്ലാ പ്രവർത്തികളും സമയബന്ധിതമായി പൂർത്തീകരിക്കും. അതിനോടൊപ്പം തന്നെ പുതിയ മാതൃകാപരമായ പദ്ധതികളും ഏറ്റെടുക്കും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത്.